നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 13, 14 തീയതികളിൽ 12 രാശിക്കാരെക്കുറിച്ചും ഉള്ള ഒരു ഫല പ്രവചനമാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 12 രാത്രി 7:24 PM മുതൽ മെയ് 14 രാത്രി 10:33 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവർ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ ജന്മത്തിൽ ഇവർക്ക് സൂര്യൻ, ബുധൻ, ചൊവ്വ നിൽക്കുന്നു. 12ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും നിൽക്കുന്നു. പ്രതികൂലമാണ് 5 ഗ്രഹങ്ങൾ. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, തിങ്കളാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. പിന്നെ കഴിവതും ഇൻവെസ്റ്റ്മെൻറ്റുകളും പുതിയ പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യരുത്. പകരം മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഒഴിവാക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ കഴിവതും ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക. ഇവർക്ക് ധനപരമൊക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാത്തിനും തടസ്സവും മറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ഭൗതിക സുഖങ്ങൾക്കൊക്കെ തന്നെ ഒരു പൊലിമ കുറവ്, പൂർണ്ണത കുറവ് ഇവയൊക്കെ അനുഭവപ്പെടാം. മേടൻ രാശിക്ക് ദോഷാധിക്യമാണ്. ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ അനുകൂലമാണ്. വ്യാഴവും ശനിയും ശുക്രനും അനുകൂലമാണ്. പക്ഷേ ഇവരുടെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് സൂര്യൻ, ബുധൻ, ചൊവ്വ ഇവ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് പൊതുവെ ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഭൗതിക സുഖങ്ങൾ, വീടുമായിട്ട് ബന്ധപ്പെട്ട ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളാണ്. സുഹൃത്തുക്കൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. ബന്ധുക്കളും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭ്യമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ കുറച്ചു കാലം ആയിട്ട് ഇടവൻ രാശിക്ക് നല്ല ഒരു സമയമായിരുന്നു. അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇടവൻ രാശിക്ക്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി.
പുണർദം അവസാന പാദം പൂയ ആയില്യം ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങാനുള്ള ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. 4 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇനിയിപ്പോൾ ചന്ദ്രനും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് നേട്ടമാണ്. ഇനി ഉള്ള ഒരു ഈ മെയ് 14 ശേഷം ഒരു 4 ദിവസത്തോളം ഇവർക്ക് ഗുണാധിക്യമായിരിക്കും കാണുക. പിന്നെ ഇപ്പോൾ ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്. വ്യാഴം ജൂൺ 2 മാറുന്നതും പ്രതികൂലമായിട്ടായിരിക്കും. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം നേടി തുടങ്ങുന്ന ദിവസങ്ങളാണ്. ഓക്കെ, കുറച്ചു കാലം ഇവർക്ക് നല്ല കാലം വരാൻ പോകുന്നു. ഓക്കെ, ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഇവിടെ ചന്ദ്രൻ പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. ശനിയും പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ശനിയാഴ്ച എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് കുറച്ച് ഭേദമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചൊവ്വ അഷ്ടമത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഭാഗ്യസ്ഥാനത്താണ്, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. എങ്കിലും ചൊവ്വ അഷ്ടമത്തിൽ നിന്ന് മാറിയത് ഇവർക്ക് അത്യാവശ്യം നേട്ടങ്ങളൊക്കെ കൊണ്ടുവരും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസമാണ്. കാരണം ചന്ദ്രൻ പ്രതികൂലമാണ്, ഇപ്പോഴും അഷ്ടമത്തിലാണ്. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ മാറും. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം വരും. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ധനവരവുണ്ടാവും, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, നേട്ടം ഒക്കെ ഉണ്ടാവും. എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്, അല്പം പൊലിമ കുറവ് ഉണ്ടാവും അതിനൊക്കെ. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ഇവർക്ക് ശനി, സൂര്യൻ, ചൊവ്വ ഇവ പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, പിന്നെ അല്പം ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 7ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, സൂര്യൻ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാവാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കാം. അത് തൊഴിൽപരമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ആണ് മുഖ്യമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക. പൊതുവെ ഇവർക്ക് 3 ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ, അതായത് ജീവിത പങ്കാളിയായിട്ടും പിന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടും ആണ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉള്ളത്. എങ്കിലും ഇവർക്ക് ഗുണാധിക്യമാണ് കേട്ടോ. അതായത് ഇവർക്ക് ചന്ദ്രൻ ഏകദേശം 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനിയും വ്യാഴവും ഇപ്പോഴും അനുകൂലമാണ്. ജൂൺ 2 വ്യാഴം പ്രതികൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറും. അപ്പോൾ അതിന് മുമ്പായിട്ട്, ജൂൺ 2 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ
എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാവും. ഇനി ധനുരാശി, മൂലപൂരാട ഉത്രാടം അവസാന ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി മാത്രമാണ് ഇപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വ പ്രതികൂല അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. ഇപ്പോൾ അത് ജൂൺ 2 മാറും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ജൂൺ 2 മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അഷ്ടമത്തിലാണ് വ്യാഴം വരാൻ പോകുന്നത്. അത്ര സുഖകരമായിട്ടുള്ളൊരു അവസ്ഥയല്ല. അപ്പോൾ അത് ഏകദേശം 1 വർഷം ഉണ്ടാവും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജൂൺ 2 മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ജൂൺ 2 മുതൽ വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇവർക്ക് ഈ ദിവസങ്ങളിൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും പറഞ്ഞ പോലെ മുരുകനും വ്യാഴാഴ്ച മഹാവിഷ്ണുവിനും വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് ചന്ദ്രൻ അനുകൂലമല്ലാതായിരിക്കുന്നു. എങ്കിലും സൂര്യൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് വാഹന ലാഭം ഉണ്ടാവും. തീർത്ഥയാത്രകൾക്കും അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും സാധ്യത കാണുന്നു. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇപ്പോൾ തൽക്കാലം ഇവർക്ക് ശനി പ്രതികൂലമാണ്, സർപ്പം പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. താമസിയാതെ ജൂൺ 2 മുതൽ വ്യാഴം അനുകൂലമായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും മീനം രാശിക്ക് നല്ലൊരു
വലിയ കാലഘട്ടം തുറന്നു കിട്ടുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി കാണാൻ ശ്രമിക്കാം. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 13-ാം തീയതി ബുധനാഴ്ച പച്ച, 14-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 13-14 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 13-ാം തീയതി ഇല്ല. 14-ാം തീയതി ഉച്ചയ്ക്ക് 11:53 AM മുതൽ 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 14-ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപത്തിനുമൊക്കെ സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 13-ാം തീയതി ഉച്ചയ്ക്ക് 12:18 PM മുതൽ 1:51 PM വരെയാണ് 13-ാം തീയതി രാഹുകാലം. 14-ാം തീയതി ഉച്ചയ്ക്ക് 1:51 PM മുതൽ വൈകിട്ട് 3:24 PM വരെയാണ് 14-ാം തീയതി രാഹുകാലം. രാഹുകാലത്തെ യാത്രകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 13/5/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 3, 9, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 14/5/2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 4, 1, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.